ന്റെ ഒരു കഴിവ് കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയും വിജയകരമാക്കാൻ സാധിച്ചത് നമുക്ക് പറയാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു ടീം വർക്ക് നമുക്ക് ഈ ഇലക്ഷനിലായിരുന്നു. കാരണം ഇപ്പൊ പോകുന്ന രീതിയിൽ പോയാൽ നിയമസഭ പിടിച്ചെടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ 6 മാസം മുമ്പ് നമ്മൾ ഇച്ചിരി സീരിയസ് ആണ് എനിക്ക് തോന്നിയായിരുന്നെങ്കിൽ കോർപ്പറേഷനിൽ ഈ സീറ്റുകൾ ബിജെപിക്ക് ഒരു നല്ല കാൻഡിഡേറ്റ് സെലക്ഷൻ കൂടെ നടത്തിയാൽ തീർച്ചയായിട്ടും 100-ൽ കൂടുതൽ സീറ്റുകൾ ബിജെപി വിജയിക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ എപ്പോഴും CPM പറയുന്നത് ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഇല്ല. ലാസ്റ്റ് 5 years ഇടതുപക്ഷത്തിന്റെ അഹങ്കാരം സഹിക്കാൻ പറ്റുന്ന ജനങ്ങൾക്കല്ല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ ഒറ്റ കാര്യം പറയണം, മുഖ്യമന്ത്രി എന്തായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് KS ശബരിനാഥനാണ്. നമസ്കാരം സർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും LDF താഴെയാക്കിക്കൊണ്ടൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാധാരണ തദ്ദേശ ഇലക്ഷനിൽ LDF-നാണ് ഒരു എപ്പോഴും മേൽക്കൈ ഉണ്ടാവുന്നത്. കഴിഞ്ഞ 2 തദ്ദേശ ഇലക്ഷനിൽ ക്ലിയർ ആയിട്ടൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. 2010 ശേഷമാണ് ഇത്രയധികം സീറ്റുകൾ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ 500-ൽ കൂടുതൽ പഞ്ചായത്തുകൾ ലഭിക്കുക, മുനിസിപ്പാലിറ്റികൾ ഭൂരിപക്ഷം ലഭിക്കുക, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭൂരിപക്ഷം ലഭിക്കുക, ജില്ലാ പഞ്ചായത്തുകൾ. കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ വോട്ടിംഗ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് സീറ്റൊക്കെയാണ്. അതിലൊക്കെ കൃത്യമായിട്ടൊരു മുൻകൈ ഉണ്ടായിട്ടുണ്ട്. ഈ ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് തോന്നിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വിരുദ്ധത ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ പോലും UDF ഇപ്പോൾ ഏകദേശം 20 സീറ്റിൽ എത്തുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LDF ഇതിനൊരു വലിയൊരു വോട്ടുണ്ടായിരുന്നു. അത് UDF സീരിയസ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ വോട്ടുകൾ തിരികെ വന്നു. പക്ഷെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ സീരിയസ് ആണെന്ന് ജനങ്ങൾക്ക് തോന്നിയത്. ഒരുപക്ഷെ 6 മാസം മുമ്പ് നമ്മൾ ഇച്ചിരി സീരിയസ് ആണെന്ന് ജനങ്ങൾക്ക് തോന്നിയായിരുന്നെങ്കിൽ കോർപ്പറേഷനിൽ ഈ സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും UDF രണ്ടാമതോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒന്നാമതോ വന്നിരുന്നേനെ. ലെഫ്റ്റിനെതിരെ വോട്ട് ചെയ്യാനുള്ള തീരുമാനമായിട്ടാണ് ജനങ്ങൾ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ വന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ഈ ഒരു തദ്ദേശത്തിൽ തിരിച്ചടിയേറ്റത് കൊണ്ട് തന്നെ സ്വാഭാവികമായും CPM അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത് വീണ്ടും നിയമസഭയിലേക്കുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങി കാണുമെന്നുള്ളത് തീർച്ചയാണ്. അതിനെങ്ങനെയാണ് ഇനി കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഇപ്പൊ പോകുന്ന രീതിയിൽ പോയാൽ നിയമസഭ പിടിച്ചെടുക്കാൻ സാധിക്കുമോ? അതെ, UDF-ന് കൃത്യമായിട്ട് ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ലോക്സഭയും ത്രിതല പഞ്ചായത്തിനും നിയമസഭയ്ക്കും കൃത്യമായിട്ട് പ്ലാനിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. മിഷൻ 2025 എന്നുള്ളത് നമ്മൾ വളരെ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. അതിന്റെ ഭാഗമായി നമുക്കൊരു വിജയം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോഴും നമുക്ക് നിയമസഭയ്ക്കുള്ള കൃത്യമായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു പ്ലാനിങ് മുമ്പെങ്കിലും കാണാത്ത രീതിയിലുള്ള പ്ലാനിങ് നമുക്ക് എന്തായാലും പാർട്ടി തലത്തിലുണ്ട്. പ്ലസ് ജനങ്ങൾ തീർച്ചയായിട്ടും UDF വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം, ഒരുപക്ഷെ ഫസ്റ്റ് 5 വർഷം അവർക്കൊരു ചില പ്ലസുകൾ ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയെങ്കിലും ഈ ലാസ്റ്റ് 5 years ഇടതുപക്ഷക്കാർ ഒരു അസ്വസ്ഥരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ വർക്ക് അഹങ്കരിക്കാതെ കൃത്യമായിട്ടുള്ള വർക്ക് നടത്തി ഒരു നല്ല കാൻഡിഡേറ്റ് സെലക്ഷൻ കൂടെ നടത്തിയാൽ തീർച്ചയായിട്ടും 100-ൽ കൂടുതൽ സീറ്റുകൾ UDF വിജയിക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ എപ്പോഴും CPM പറയുന്നത് ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഇല്ല. ഈ ശബരിമല വിഷയമാണ് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടിക്ക് കാരണമായത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴും. പക്ഷേ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴും അല്ല. അത് എനിക്ക് തോന്നുന്നു ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ മോസ്റ്റ്ലി ഫോട്ട് ഓൺ ലോക്കൽ ഇഷ്യൂസ് ആണ്. ആ ലോക്കൽ ഇഷ്യൂസിൽ പലപ്പോഴും CPM-ന് എഡ്ജ് കിട്ടാറുണ്ട്. അപ്പൊ ലോക്കൽ ഇഷ്യൂസിൽ ജനങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇലക്ഷനിൽ പോലും ഇത്രയും എതിർ LDF-ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഈ പാറ്റേൺ കൂടുതൽ മാറും. ഈ പാറ്റേൺ കൂടുതൽ ഒന്ന് മാറി കൃത്യമായിട്ടൊരു സംഖ്യയിലേക്ക് 100+ സംഖ്യയിലേക്ക് UDF വരും എന്നുള്ളത് ജനങ്ങൾക്ക് ഉറപ്പാണ്. അത് ഭരണവിരുദ്ധ വികാരം കേവലം ശബരിമല എന്നൊരു വിഷയം മാത്രം. ശബരിമല ഡെഫിനറ്റ്ലി പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അത് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ മാത്രം വിഷയമല്ല, വിശ്വാസമുള്ള ആളുകളുടെ വിഷയവും. അതുമല്ല, ഒരു ഗവൺമെന്റ് ട്രസ്റ്റാണ് അതിൽ പോകുന്നത് എന്ന് മാത്രമല്ല. ഇപ്പോൾ ഈ കാണുന്ന വാർത്തകൾ ഇതൊക്കെ ഞാൻ ആദ്യമേ പറയുന്നത്, ഇത് വെറും ഒരു സ്വർണ്ണക്കള്ള മാത്രമല്ല. ഇത് ഈ വലിയ ഓപ്ഷൻ ഹൗസിലൊക്കെ ഭാവിയിൽ വിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് നിങ്ങൾ കാണുന്ന 5 കോടിയുടെ സ്വർണ്ണമൊന്നും ഇത് 10-100 കോടി രൂപയുടെ ഒരു ഈ പറഞ്ഞ ഓപ്ഷനിങ് നമ്മൾ ഈ പണ്ട് ഈ കൊഹിനൂർ വലിയ ഒരു കൊള്ളയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ സാധാരണക്കാർ അസ്വസ്ഥരാണ്. ഈ പറഞ്ഞ പോലെ അവസാന മിനിറ്റൊക്കെ കൊടുക്കാത്ത പെൻഷൻ കൊടുത്താലൊന്നും ആൾക്കാർ അത്ര പൊട്ടന്മാരല്ല. MM മണി പറഞ്ഞ പോലെ നിങ്ങൾ അവരുടെ പൈസ കൊടുത്തിട്ടും നിങ്ങൾ വോട്ട് ചെയ്തില്ലാന്ന് ശരിയല്ല. ജനങ്ങൾക്കറിയാം ലാസ്റ്റ് 5 years ദുസ്സഹമാണെന്ന് ജനങ്ങൾക്കറിയാം. ലാസ്റ്റ് 5 years ഇടതുപക്ഷത്തിന്റെ അഹങ്കാരം സഹിക്കാൻ പറ്റുന്ന ജനങ്ങൾക്കറിയാം. ഒരു ബദലായിട്ടുള്ളത് UDF ആണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അത് വോട്ടായിട്ട് തന്നെ വരും. ആ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമ്മൾ നടത്തണം. വെറുതെ കയറി
എല്ലാവരും ഒന്നും ജയിക്കത്തില്ല. പ്ലാനിങ് ഉണ്ട് എന്നാണ് വിശ്വാസം. പല കാര്യങ്ങൾ നന്നായിട്ട് ഞാനോട് നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നെക്സ്റ്റ് 3-4 months ഈ SIR പ്രോസസ്സിലൂടെ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ വിജയം സുനിശ്ചിതം. തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ യുവാക്കൾ എത്രത്തോളം ഉൾപ്പെടുത്തുമ്പോഴും അവർക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ യുവാക്കളെ മുൻനിർത്തുമ്പോൾ നമുക്കറിയാം LDF-ന് ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഭയം UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടോ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരും? റിസൾട്ട് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ റിസൾട്ടിൽ പരിണിതപ്രാപ്തരായിട്ടുള്ള കൗൺസിലേഴ്സ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ധാരാളം യുവമുഖങ്ങൾ ഇപ്പൊ ഇവിടെ മുട്ടട വൈഷ്ണയാണെങ്കിലും ദേശമയാണെങ്കിലും അപ്പുറത്ത് ഒത്തിരി ധാരാളം ചെറുപ്പക്കാർ വിജയിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾ നോക്കൂ, കേരളത്തിലുടനീളം ജില്ലാ പഞ്ചായത്തിൽ ഒരു കംബാക്ക് UDF-ന് ഉണ്ടായതിന്റെ കാരണം ചെറുപ്പക്കാരെ മത്സരിച്ചുകൊണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മൾ വെളിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇത്തവണ 12 സീറ്റ് UDF-ന് കിട്ടി, 14 LDF-ന് 2 സീറ്റിനാണ് ജില്ലാ പഞ്ചായത്ത് പോയത്. ഈ വിജയിച്ചവരെല്ലാം പുതിയ ആളുകളാണ്. ഇപ്പൊ നമ്മുടെ പൂവച്ചൻ മത്സരിച്ച KSU ജില്ലാ പ്രസിഡന്റ് ഗോപു ആവട്ടെ, എൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആനി പ്രസാദ് ആവട്ടെ, നബീൽ കല്ലമ്പലം ആവട്ടെ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുധീർ ഷാ ആവട്ടെ, ജയിച്ചു വന്നതിലൊക്കെ ധാരാളം യുവാക്കളും ഫ്രഷ് ഫേസസുമാണ്. അതിനോടൊപ്പം ചേർത്ത് ഞാൻ പറയുന്നു, ചില സീറ്റുകളിൽ തോൽവി സംഭവിച്ചത് ചില സീറ്റുകളിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കാതെ മത്സരിച്ചുകൊണ്ടാണ്. ഒരു ട്രിവാൻഡ്രം ജില്ലാ പഞ്ചായത്തിലെ ഒരു 3 സീറ്റുകളിലെ കാൻഡിഡേറ്റിനെ മാറ്റിയായിരുന്നെങ്കിൽ നമ്മൾ 16 സീറ്റ് UDF വിജയിച്ചു. കൃത്യമാണ് അത്. ഞാൻ പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ട്രിവാൻഡ്രത്തിന് പറയാനുള്ള കാരണം ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, ജനങ്ങൾക്ക് പുതിയ ആളുകളിൽ വിശ്വാസമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഒരു പ്രായമായാലും ആർജിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പുതിയ ആളുകൾ എനർജി വരട്ടെ എന്ന് ആളുകൾ ആലോചിക്കുന്നത് വലിയ വിശ്വാസമാണ്. ആ വിശ്വാസം ആര്യരായന്റെ നഷ്ടപ്പെടുത്തിയത് എല്ലാവരും അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് ഉടനീളം, വാർഡുകൾ ഉടനീളം UDF-ന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ ഒക്കെ ജയിച്ചു വന്ന ആളുകൾ. എന്റെ തന്നെ ഷാഫി പറമ്പിൽ ഞാനൊക്കെ ഉള്ള കമ്മിറ്റിയിൽ എത്രയോ ആളുകളാണ് ബ്ലോക്കില്, ജില്ലയില്, വാർഡിലൊക്കെ ജയിച്ചത്. ബ്രജിൽ മാക്കുറ്റി കണ്ണൂർ ജയിച്ചു, അല്ലെങ്കിൽ ടിജിൻ ബ്ലോക്കിൽ ജയിച്ചു, ജില്ലാ പഞ്ചായത്ത് അരുൺ ജയിച്ചു, കൊല്ലത്ത് എല്ലാ ജില്ലയിലും ഷോൺ ജയിച്ചു. എല്ലാ ജില്ലയിലും ജയിച്ചു വന്ന പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളുള്ള ചെറുപ്പക്കാരാണ്. അത് കൃത്യമായിട്ടൊരു വിഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, നിയമസഭയിൽ പോലും കാൻഡിഡേറ്റ് നിർണയത്തിനകത്ത് ഈ പാറ്റേൺ പാർട്ടി മനസ്സിലാക്കണമെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഒരു കാര്യം തുറന്ന് പറയാം, ഇത്ര റിസൾട്ട് വന്നപ്പോൾ പല ആളുകളും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് പാർട്ടി കൃത്യമായിട്ടൊരു പഠനം നടത്തി ഒരു പൊതു ട്രെൻഡ് മനസ്സിലാക്കുക, നേരത്തെ സ്പേസ് കൊടുക്കുക, മെഡിക്കലായിട്ടുള്ള ആൾക്കാരെ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അതെ, ഈ ഒരു ശബരിമല വിഷയം ഇത്രയും ഉയർന്നു വന്നപ്പോൾ പോലും പക്ഷേ കോൺഗ്രസ് ഇതിനെ അത്രത്തോളം ഉപയോഗിച്ചോ എന്നുള്ളത് സംശയമല്ലേ? കാരണം ഇപ്പോഴും പല വിമർശനങ്ങളും വരുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാന ഘടകം തന്നെയാണ്. ശബരിമല വിഷയം പക്ഷെ അത്രത്തോളം കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ പൊതുജനങ്ങൾക്ക് മാറ്റി കുത്തണമായിരുന്നു, അത് അവരുടെ അവസ്ഥയായതുകൊണ്ടാണ് കോൺഗ്രസിൽ കുത്തിയത് എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് എടുത്തത് കോൺഗ്രസിന്റെ നിലപാട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം എനിക്കറിയാം, ഇപ്പൊ ഞാൻ മത്സരിച്ച കവടിയാർ വാർഡ് വളരെ 80% കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുള്ള ഇവിടുത്തെ ഒരു വാർഡാണ്. അവിടുത്തെ എല്ലാ വീടുകളിലും ഒരു മെറ്റീരിയൽ BJP കൊടുത്തിരുന്നു. BJP കേരള ഘടകം അടിച്ച ഈ ശബരിമല വിഷയത്തിൽ അയ്യപ്പൻ്റെ ഭഗവാന്റെ ഫോട്ടോയും LDF നേതാക്കളുടെ ഫോട്ടോയും നമ്മുടെ നേതാക്കളുടെ ഫോട്ടോയൊക്കെ വെച്ച് ആ ഡോക്യുമെന്റ് വായിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നിയമവിരുദ്ധമായിട്ടൊരു ഡോക്യുമെന്റാണ്. കാരണം ഇലക്ഷന് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ BJP ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വീടുകളിലും ആ ഒരു ഡോക്യുമെന്റ് എത്തിച്ചു. നേരിട്ട് ഇലക്ഷൻ നോംസിൽ പറയുന്ന മതവികാരം നമ്മളെ ഉറപ്പെടുത്തിക്കൂടാ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് അവരെല്ലാ വീടുകളിലേക്കും. അപ്പോൾ ആ സമയത്തും ഇലക്ഷൻ ഇടയ്ക്ക് നമ്മുടെ പല ആളുകളും പറഞ്ഞു നമ്മൾ ഇതുപോലെ ഡോക്യുമെന്റ് ഇറക്കണം. പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മൾ ജനങ്ങളോട് നമുക്ക് സംസാരിക്കാം, രാഷ്ട്രീയം പറയാം. പക്ഷേ ശബരിമലയുടെ പേരിൽ ഭഗവാന്റെ ഫോട്ടോ വെച്ചൊരു ഒരു പോസ്റ്റർ കൊടുക്കുന്നത് ഇലക്ഷൻ വിരുദ്ധമാണ്. ആ ഒരു നിലപാട് കോൺഗ്രസ് എടുത്തു. അത് ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മൾ BJPയുടെ ഒക്കെ റെക്കോർഡിലൊക്കെ ഭയങ്കര ഓപ്പണായിട്ട് പറയുകയായിരുന്നു. അങ്ങനെ പറഞ്ഞുകൂടാന്ന് നമുക്ക് ഇലക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മതത്തെ നമ്മൾ തൂക്കിപ്പിടിച്ചുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. BJP പറയുന്നത് ചെയ്യാതെ നല്ലതെന്നാണ് അഭിപ്രായക്കാർ. മതത്തിന്റെ പേര് പറഞ്ഞ് ശ്രദ്ധ ഉണ്ടാക്കുന്നത് ശരിയായെന്നുള്ള അഭിപ്രായക്കാരാണ്. അത് കോൺഗ്രസിന്റെ മതി. നമ്മുടെ പല കാര്യങ്ങളിലുള്ള നമ്മുടെ പ്രിൻസിപ്പിൾ നമ്മൾ തെളിയിച്ചതാണ്. പക്ഷെ ജനങ്ങൾക്ക് ആ വിഷയത്തിൽ നേരായ നിലപാടെടുത്ത് UDF ആണ്. BJP ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഒരു സമരവും ചെയ്തില്ലല്ലോ. ഈ ശബരിമല വിഷയം നേരത്തെയുള്ള വിഷയമായിട്ട് ഈ വിഷയമായിട്ട് ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് കോൺഗ്രസ് ആണ്. നമ്മുടെ യൂത്ത് കോൺഗ്രസിന് എത്രയോ ആളുകൾ അവസാന ദിവസം പത്തനംതിട്ട സമരത്തിൽ 14 ആളുകൾ ജയിലിൽ പോയി. ആ ജയിലിൽ പോയ പല ആളുകൾ പിന്നെ മത്സരിച്ച് വിജയിച്ചു. നമ്മുടെ അടൂർ മത്സരിപ്പിച്ച അടൂർ സ്ഥാനാർത്ഥിയാവട്ടെ, നമ്മുടെ റാന്നി മത്സരിച്ച ആരോൺ അടക്കമുള്ള ആളുകളൊക്കെ ആ സമരമുഖത്തു നിന്ന്, രഞ്ജു അടക്കമുള്ള സമരമുഖത്തു നിന്ന് മത്സരിക്കാൻ പോയവരാണ്. അവരെയൊക്കെ ജനങ്ങൾ വിജയിപ്പിച്ചു. പക്ഷെ അതിനകത്തൊരു ബാലൻസ് സ്റ്റാൻഡ് UDF എടുത്തു.
കൃത്യമായ നിലപാട് ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ളത് UDF ആണെന്ന് ജനങ്ങൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വിജയം ഏതെങ്കിലും ഒരു നേതാവിന്റെ നേട്ടം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇപ്പം നമുക്കറിയാം പ്രതിപക്ഷ നേതാവാണെങ്കിലും കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ഇതിനു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും ആ ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ നേരിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു നിമിഷം പോലും PV അൻവറിന്റെ വിഷയത്തിലും അദ്ദേഹം എടുത്ത കുറെ നിലപാടുകളുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഒരു കഴിവ് കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയും വിജയകരമാക്കാൻ സാധിച്ചത് നമുക്ക് പറയാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു ടീം വർക്ക് നമുക്ക് ഈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അത് പറയുന്ന പോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ദീപാദാസ് മുൻഷി, KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാ ആളുകളിലും കൃത്യമായിട്ടുള്ള ടീം വർക്ക്, ശ്രീ K മുരളീധരനൊക്കെ ടീം വർക്ക് നമുക്കിടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു ടീം വർക്കാണ് ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി. അത് കോംപ്ലിമെന്റ് ചെയ്യാൻ എനിക്കറിയാം. ട്രിവാൻഡ്രം ഇലക്ഷൻ വളരെ കോർപ്പറേഷൻ ഇലക്ഷന്റെ ചുക്കാൻ പിടിച്ച ഒരാളെന്ന രീതിയിൽ എനിക്കതിന് ഓരോ ആളുകളും എന്ത് ഇഫർട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം അത് ഡൽഹിയിലുള്ള ആൾക്കാരാകട്ടെ, സംഘടനാ ജനറൽ സെക്രട്ടറി ആവട്ടെ, പ്രതിപക്ഷ നേതാവട്ടെ, ഓരോ സമയത്തും അവർ കോംപ്ലിമെന്റ് ചെയ്യും. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. നമ്മൾ ഈ ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. പല ആളുകൾക്ക് പല സ്ട്രെങ്ത് ആണ്. എല്ലാവരുടെയും സ്ട്രെങ്ത് ഒരുമിച്ച് ഉപയോഗിച്ച് പാർട്ടി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ്. പ്രതിപക്ഷ നേതാവിന്റെ പല വിഷയങ്ങളിലെ ക്ലാരിറ്റി തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ഷൻ സമയത്തൊക്കെ എടുത്തിട്ടുള്ള പല നിലപാടുകളും ആ ക്ലാരിറ്റി ശരിയാണെന്നുള്ളത് കൃത്യമായിട്ട് തെളിഞ്ഞു വന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞില്ലേ, ഈ കോൺഗ്രസിനാണ് നല്ലൊരു ക്ലാരിറ്റിയുള്ള ലീഡർഷിപ്പ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഡൽഹിയിലെ വിഷയങ്ങളാവട്ടെ, ഇവിടുത്തെ വിഷയങ്ങളാവട്ടെ, ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയുള്ള നമുക്കാണ്. ആൾക്കാർ അവകാശപ്പെടുന്ന ഐഡിയോളജിക്കൽ ക്ലാരിറ്റി LDF ആണ്. പക്ഷേ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി, ഉദാഹരണത്തിന് പലയിടത്തും BJP ഇറക്കാൻ LDF ആയിട്ട് കൂട്ടുകൂടണമെന്ന് ചില ആളുകൾ പറഞ്ഞു തുടങ്ങി. കേസ് കൊണ്ടുപോകാൻ കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് ഒരു ചർച്ചയില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പോലും നമ്മൾ പറഞ്ഞത് അത് നമ്മൾ പറയുന്നതിന് മുമ്പ് സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറഞ്ഞു അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആവശ്യമില്ല, അവരുടെ വീഴ്ച പോകേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉള്ളത് UDF നേതാക്കൾക്ക് തന്നെയാണ്. അത് കോൺഗ്രസ് നേതാക്കളാവട്ടെ, ലീഗ് നേതാക്കളാവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയിൽ വലിയൊരു കാര്യമുണ്ട്. അപ്പം ആ ഒരു പാതയിൽ പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ 1-2 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം ഒരു മേയർ സ്ഥാനത്തിനോ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് വേണ്ടി നമ്മുടെ പ്രിൻസിപ്പൽസിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമുക്കറിയാം ഒരു സമയത്ത് മുഖ്യമന്ത്രി ആരാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും കോൺഗ്രസിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിണക്കങ്ങൾ കോൺഗ്രസിലുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ പിന്നീട് ഹൈക്കമാൻഡ് പറഞ്ഞു ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകാൻ സാധിക്കും? ഞാൻ ഒറ്റ കാര്യം പറയണം, മുഖ്യമന്ത്രി എന്തായാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും, അത്രയും പറയുന്നുള്ള വിഷയം. അത് പല പാർട്ടിക്ക് പല സ്ട്രാറ്റജിയാണ്, പലയിടത്തും പല സ്ട്രാറ്റജിയാണ്. അത് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ ലീഡർഷിപ്പിന്റെ ഒരു കുറവ് UDF-നില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഈ നേതാക്കൾക്കുള്ള അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അവർക്കുള്ള സ്വാധീനങ്ങൾ, അത് മ്യൂച്വലി കോംപ്ലിമെന്റ് ചെയ്ത് UDF മുന്നോട്ട് പോകാം. ഒരാൾ തീർച്ചയായിട്ടും UDF-ന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന കാര്യത്തിൽ പറയുന്നു. അതെ, അത് ആരാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് അങ്ങനെ പറയാറുള്ള ആള് ഞാൻ അല്ലാതെ UDF-ന്റെ സ്റ്റൈലും അങ്ങനെയല്ല. കോൺഗ്രസിന്റെ നമ്മൾ പലയിടത്ത് നോക്കിയാലും ഒരു മുഖം കാണിച്ച് അങ്ങനെ പോകുന്ന ഒരു ഇത് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പില്ല. കർണാടകത്തിലായാലും പലയിടത്തായാലും നമ്മൾ കാണുന്നതാണ്. ഒരു മുഖം കാണിച്ച് പോകുന്നൊരു സ്റ്റൈല് കോൺഗ്രസിനില്ല. അതെ, കോൺഗ്രസിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരുന്നു ഒരു സമയത്ത്. പിന്നീട് അത് കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തുവെങ്കിൽ പോലും എടുത്തു ചാടിയ ഒരു തീരുമാനം എടുത്തു എന്നുള്ള തോന്നൽ പിന്നീട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പക്ഷെ എന്നാലും ചിലരെങ്കിലും രാഹുലിനെ ചേർത്ത് പിടിച്ചിരുന്നു പാർട്ടിക്കകത്ത് നിന്ന്. ഇപ്പോഴും ഉണ്ട് എന്നാണ് വിശ്വാസം, ഒളിഞ്ഞും തെളിഞ്ഞും. ആ വിഷയത്തിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ ശബരിനാഥനൊന്നും മാത്രമല്ല കോൺഗ്രസ്. എത്രയോ ആളുകളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പം രാഹുലിന്റെ വിഷയം, ആ കോൺഗ്രസ് നിലപാട് ശരിയാണെന്നല്ലേ ജനങ്ങളെല്ലാവരും അഗ്രി ചെയ്തു. ആദ്യ ദിവസം മുതൽ നമ്മളെടുത്ത തീരുമാനം ശരിയാണെന്ന് ജനങ്ങൾ അംഗീകരിച്ചു. അത് പാലക്കാടുള്ള പല സ്ഥലങ്ങളിലാണെങ്കിലും അക്രോസ് കേരളയാണെങ്കിലും. പക്ഷെ അപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്നും രാഹുലിനെ ഈ പറഞ്ഞ വിഷയം ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ഒരു സരിത വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതുമായി കമ്പയർ ചെയ്തുകൊണ്ട് പോകുന്ന പൊതുജനങ്ങളിൽ സാധാരണപ്പെട്ട കുറെ ആളുകളുണ്ട്. എനിക്ക് അതൊരു ശരിയായിട്ടുള്ള നിയമനമായിട്ട് തോന്നുന്നില്ല. പാർട്ടി ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് എടുത്ത് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടി സാറിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നു, അത് ശരിയായിട്ടൊരു കാര്യമല്ലെന്ന് എൻ്റെ അഭിപ്രായം. നമ്മളത് വളരെ ക്ലാരിറ്റി ഉള്ളത്. ഉമ്മൻചാണ്ടി സാർ ഇവിടെ നടക്കുന്നത് നമ്മളൊക്കെ എവിടെ